നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 2 വട്ടം കേരളം ഭരിച്ച പിണറായി വിജയന് വീണ്ടും മുഖ്യമന്ത്രിയാകണം. തുടർച്ചയായ 2ാം സംസ്ഥാന സമ്മേളനത്തിലും തുടർഭരണം ലക്ഷ്യമിട്ടുള്ള സമീപന രേഖയാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ സമീപന രേഖ അവതരിപ്പിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതോടെ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ കൃത്യമായ സന്ദേശവും ഇതുതന്നെയാണ്. അടുത്ത തവണയും കേരളം ഭരിക്കാൻ താൻ തന്നെ മുന്നിലുണ്ടാകും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്യാപ്റ്റൻ താൻ തന്നെയാവുമെന്ന് പിണറായി വിജയൻ ഉറപ്പിക്കുന്നു. എന്നാൽ പിണറായി വിജയനെ അമ്പരപ്പിച്ചുകൊണ്ട് തുടർഭരണത്തിൻ്റെ കാര്യത്തിൽ അമിത ആത്മവിശ്വാസം പാടില്ല എന്ന് MA ബേബി പറഞ്ഞു. ഇതിനിടയിൽ 2026 പിണറായി വിജയൻ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ പോലും തീരുമാനമെടുത്തിട്ടില്ല എന്ന് MV ഗോവിന്ദൻ്റെ പ്രതികരണം. 2026 കേരളം ഭരിക്കാൻ അവസരം കിട്ടിയാൽ ഒരുപാട് മുഖ്യമന്ത്രി സ്ഥാനമോഹികളുണ്ട്. 2026 ക്യാപ്റ്റൻ ആരായിരിക്കണമെന്ന് സംസ്ഥാന സമ്മേളനം തീരുമാനിക്കേണ്ട കാര്യമില്ല എന്നാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു വെച്ചത്. എന്നാൽ അതിനുവേണ്ട ചില സൂത്രപ്പണികളൊക്കെ ഇപ്പോൾ തന്നെ പിണറായി വിജയൻ ചെയ്തു വച്ചിട്ടുണ്ട്. ഇന്ന് ആരംഭിക്കുന്ന പൊതുചർച്ചയിൽ പ്രതിനിധികൾ ഇക്കാര്യത്തിൽ അഭിപ്രായം തുറന്നു പറയുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. അവർക്കൊക്കെ ഒരൊറ്റ പേര് മാത്രമേ മുന്നോട്ട് വയ്ക്കാനുള്ളൂ. മറ്റൊരു പേര് അവരുടെ നാവിൽ നിന്നുയർന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ശത്രുവാകും. അതുകൊണ്ട് തന്നെ ഭയന്ന് എല്ലാവരും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പേര് മുന്നോട്ട് വയ്ക്കും എന്ന സൂചനയും പുറത്തു വരുന്നു. ഞായറാഴ്ചയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പ്രസംഗം നടത്തുന്നത്. നേതാക്കളുടെയൊക്കെ ആഗ്രഹം അതാണെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു മറുപടി പ്രസംഗം കൂടി അങ്ങ് തകർത്താൽ എല്ലാം ശുഭ പര്യവസാനം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കുന്നത് ആരാണ് എന്ന കാര്യം കേരളത്തിലെ സംസ്ഥാന സമ്മേളനത്തിലല്ല സാധാരണയായി ചർച്ച ആകാറുള്ളത്. സാധാരണഗതിയിൽ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളിൽ ആരാണ് മത്സരിക്കേണ്ടത് എന്ന് പാർട്ടി PB തീരുമാനിക്കും. പിന്നീട് ആ നിർദ്ദേശം സംസ്ഥാന കമ്മിറ്റിക്ക് മുൻപാകെ നൽകും. അവിടെ ചർച്ച ചെയ്യുക എന്നൊരൊറ്റ ജോലി മാത്രമേ സംസ്ഥാന കമ്മിറ്റിക്കുള്ളൂ. പിണറായി വിജയൻ തന്നെ ആ സ്ഥാനത്ത് തുടരണമെങ്കിൽ 2 നിബന്ധനകളിൽ ഇളവ് വരുത്തണം. സംഘടനാ പദവികൾ വഹിക്കാനുള്ള പ്രായപരിധി 75 എന്നാണ് പാർട്ടി ഇപ്പോൾ വെച്ചിരിക്കുന്നത്. അടുത്ത മെയ്യിൽ 80 വയസ്സിലേക്ക് കടക്കുകയാണ് പിണറായി വിജയൻ. ഇനിയും പിണറായിക്ക് PBയിൽ തുടരണമെങ്കിൽ ഏപ്രിൽ ആദ്യം മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസ് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ഇളവ് തുടരണം. ഇനിയുമുണ്ട് മറ്റൊരു കടമ്പ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി 2 ടേമിൽ കൂടുതൽ മത്സരിക്കാൻ അനുവദിക്കേണ്ട എന്ന കാര്യത്തിലും പിണറായി വിജയന് പ്രത്യേകമായി ഒരു ഇളവ് അനുവദിക്കണം. ഒരാൾക്ക് മാത്രം ഇത്തരം നിബന്ധനകളിൽ ഇളവ്. അതോടെ പാർട്ടിയിൽ അപശ്രുതികൾ ഉയരും എന്നതിൽ സംശയം വേണ്ട. ഇപ്പോൾ തന്നെ G സുധാകരൻ ചിലതൊക്കെ പച്ചയ്ക്ക് തുറന്നു പറഞ്ഞിട്ടുണ്ടല്ലോ. അതിലപ്പുറം കൊല്ലത്ത് നിന്ന് PK ഗുരുദാസന്റെ വാക്കുകൾ ഇക്കഴിഞ്ഞ ദിവസം കേരളം കേട്ടു. നവകേരളത്തെ നയിക്കാനുള്ള പുതുവഴികൾ എന്ന പേരിലാണ് പിണറായി വിജയൻ ഒരു രേഖ അവതരിപ്പിച്ചിരിക്കുന്നത്. 9 വർഷക്കാലത്തെ സുവർണ നേട്ടങ്ങൾ എന്ന് പ്രതിപാദിക്കുന്ന രേഖ. ഉമ്മൻചാണ്ടി സർക്കാർ കേരളത്തിന് വരുത്തിവെച്ച കെടുതികളിൽ നിന്ന് കേരളത്തെ മോചിപ്പിച്ചെടുത്ത ക്യാപ്റ്റനായി ഈ രേഖയിൽ പിണറായി സ്വയം അങ്ങ് പുകഴ്ത്തിപ്പാടുന്നു. 3ാമതും തുടർഭരണം ലക്ഷ്യമിടുന്നുവെന്നാണ് രേഖ പറയുന്നത്. ഇത്രയും കൊണ്ടുചെന്നെത്തിച്ച ക്യാപ്റ്റൻ തന്നെ വേണമല്ലോ 3ാം വട്ടവും കേരളത്തിൽ അങ്ങ് ക്യാപ്റ്റനായി തുടരാൻ. 3ാം വട്ടവും മുഖ്യമന്ത്രിയാകണം എന്ന പിണറായി വിജയൻ്റെ പൂതി ഇപ്പോൾ പാർട്ടി നേതാക്കളിൽ ആകെ പരിഭ്രാന്തി ഉണ്ടാക്കിയിരിക്കുകയാണ്. പിണറായി വിജയന് സ്തുതിഗീതം പാടുന്ന ചിലർ പിണറായിയെ അനുകൂലിച്ച് പരസ്യമായി കളത്തിലിറങ്ങി. പ്രായപരിധിയിൽ 1 വട്ടം കൂടി പിണറായി വിജയന് ഇളവ് നൽകേണ്ട ആവശ്യമില്ല എന്ന് ഇതിനിടയിൽ PK ഗുരുദാസൻ തുറന്നടിച്ചു. ഇപ്പോൾ തന്നെ ഒരാളെ ഉയർത്തിക്കൊണ്ടുവന്നാൽ ഇടയ്ക്ക് പിണറായിയെ മാറ്റി മറ്റൊരാളെ മുഖ്യമന്ത്രിയാക്കാമല്ലോ. ഗുരുദാസൻ പൊട്ടിച്ച വെടി അത്ര ചെറുതല്ല. അപ്പോൾ അവർക്ക് ഭരണപരിചയവുമാകും. CPMൽ നേതൃദാരിദ്ര്യമില്ലെന്നും P രാജീവും KN ബാലഗോപാലും MB രാജേഷും മുഖ്യമന്ത്രിയാകാൻ യോഗ്യരാണെന്നും ഗുരുദാസൻ തുറന്നടിച്ചു. ഗുരുദാസൻ്റെ ലിസ്റ്റിൽ മുഹമ്മദ് റിയാസിൻ്റെ പേരില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ചുരുക്കത്തിൽ മുഹമ്മദ് റിയാസിനെ തുടക്കത്തിൽ തന്നെ വെട്ടിയെറിഞ്ഞിരിക്കുന്നു PK ഗുരുദാസൻ. 3 പേരുടെ പേരും മാത്രം എടുത്തു പറഞ്ഞ ഗുരുദാസൻ്റെ ഇപ്പോഴത്തെ പ്രസ്താവനയാണ് പാർട്ടിയെ വിരളി പിടിപ്പിക്കുന്നത്. പഴയ VS പക്ഷത്തെ പോരാളിയായിരുന്നു ഗുരുദാസൻ.
പിന്നീട് പാർട്ടി നേതൃത്വത്തിനൊപ്പം അദ്ദേഹം നിന്നുവെങ്കിലും കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ 3ാം തവണ അദ്ദേഹത്തിന് അവസരം നൽകിയില്ല. കഴിഞ്ഞ തവണ എം മുകേഷിനെ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കിയതിനെ പരസ്യമായി വിമർശിക്കുകയും ചെയ്തിരുന്നു ഗുരുദാസൻ. പ്രായമാണ് പ്രശ്നമെങ്കിൽ 75 വയസ്സ് തികയുന്ന ദിവസം തന്നെ പാർട്ടി നേതൃത്വത്തിൽ നിന്ന് ഒഴിവാക്കുന്ന രീതി നടപ്പാക്കണമെന്ന് ഇതിനു മുൻപ് തന്നെ പി.കെ. ഗുരുദാസൻ പരസ്യമായി ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. പി.കെ. ഗുരുദാസിനെ പോലെയുള്ള നേതാക്കളുടെ തീപാറുന്ന ഈ വാക്കുകൾക്ക് മുൻപിൽ ആകെ പരിഭ്രാന്തനായി നിൽക്കുകയാണ് പിണറായി വിജയനെ പുകഴ്ത്തി നേരെ കുഴിയിലേക്ക് തള്ളിയിടുകയാണോ ഇ.പി. ജയരാജൻ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം പരസ്യമായി പിണറായിയെ പുകഴ്ത്തി ഇതാ വീണ്ടും ഇ.പി. കളത്തിലിറങ്ങി. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ മത്സരിക്കുമോ, മുന്നണിയെ നയിക്കുമോ എന്നീ ചോദ്യങ്ങൾ പ്രസക്തമായിരിക്കെയാണ് പിണറായിയുടെ സേവനങ്ങൾ പാർട്ടി കാണുമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം ഇ.പി. ജയരാജൻ്റെ തുറന്നടിക്കൽ. ഇക്കാര്യത്തിൽ ഉചിതമായ നിലപാട് പാർട്ടി കൈക്കൊള്ളുമെന്ന് ഇ.പി. പറഞ്ഞു. ഭരണരംഗത്ത് വരുന്നതിന് പ്രായപരിധി ബാധകമല്ല. പിണറായിയുടെ കഴിവിനെയും പ്രാപ്തിയെയും നീതിബോധത്തെയും ജനസേവന മനോഭാവത്തെയും സത്യസന്ധതയെയും കേരളത്തെ വളർത്താനുള്ള നിരീക്ഷണത്തെയും എല്ലാവരും പ്രകീർത്തിക്കുകയാണ് എന്ന് ഇ.പി. പറയുന്നു. പിണറായിയുടെ കഴിവ് മാത്രമല്ല തൻ്റെ കഴിവും പാർട്ടി ഇനി ഉപയോഗിക്കുമെന്ന് ഇ.പി. ജയരാജൻ തുറന്നടിച്ചു. അത് ഏത് തരത്തിലാകുമെന്ന് ഇപ്പോൾ പറയാനാകില്ല. 75 വയസ്സ് പ്രായപരിധി പാർട്ടിക്ക് ഗുണം ചെയ്യും. എന്നാൽ 75 കഴിഞ്ഞവരുടെ പരിചയസമ്പത്തും പാർട്ടിക്ക് ഉപയോഗിക്കാൻ കഴിയണമെന്ന കണ്ടുപിടുത്തമാണ് ഇപ്പോൾ ഇ.പി. ജയരാജൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. 75 വയസ്സ് എന്ന പ്രായപരിധിയുടെ പേരിൽ CPM സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഇത്തവണ ഒരു 15 പേരെങ്കിലും തെറിക്കും. അത്തരമൊരു സാഹചര്യത്തിലാണ് എല്ലാ കാര്യങ്ങളിലും നിബന്ധനയിൽ ഇളവ് വരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയന് 3ാം വട്ടവും സമ്മാനിക്കാനുള്ള ശ്രമങ്ങൾ അണിയറയിൽ നടക്കുന്നത്. എന്നാൽ അടുത്ത തവണ കേരളം ഭരിക്കണമെന്ന് എം.വി. ഗോവിന്ദൻ്റെ ഉള്ളിൽ വല്ലാത്ത പൂതിയുണ്ട്. സംസ്ഥാനത്ത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMനെയും ഇടതുമുന്നണിയെയും ആര് നയിക്കുമെന്ന് ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല എന്ന് പാർട്ടി സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു. 3ാം LDF ഭരണം ഉറപ്പാണ്. പിണറായി വിജയൻ തന്നെ CPMനെ അടുത്ത തെരഞ്ഞെടുപ്പിലും നയിക്കണം എന്ന് തീരുമാനിച്ചിട്ടില്ല. പിണറായി വിജയൻ മത്സരിക്കണമോ എന്ന് പോലും തീരുമാനിച്ചിട്ടില്ല എന്ന് ഗോവിന്ദൻ തുറന്നടിച്ചു. ഒരു വശത്ത് 3ാം വട്ട ഭരണം, തൊട്ടപ്പുറത്ത് ആര് നയിക്കും എന്ന സംശയം. എന്നാൽ AK ബാലൻ്റെ ചില പ്രസ്താവനകൾ ആകെ ചിരി ഉണർത്തും. ചെങ്കൊടി താഴ്ത്തിക്കെട്ടാൻ ആരെയും അനുവദിക്കില്ല എന്നാണ് AK ബാലൻ്റെ പ്രസ്താവന. ചെങ്കൊടി ചെറുത്തുനിൽപ്പിൻ്റെയും പ്രതീക്ഷയുടെയും പ്രതീകമാണ് എന്ന് അദ്ദേഹം തുറന്നടിച്ചു. മഹത്തരമാണ് ചെങ്കൊടിയുടെ പ്രസക്തി, അന്നും ഇന്നും എന്നും. ഇന്ന് ചെങ്കൊടിയുടെ പ്രസ്ഥാനം ഒരു തിരിച്ചറിവോടുകൂടി ശക്തിപ്പെടുകയാണ്. ചെങ്കൊടി ഇല്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു ലോകത്തിൻ്റെയും ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും അവസ്ഥ? എന്നാൽ CPM വോട്ടുകൾ BJPക്ക് പോകുന്ന ഗൗരവതരമായ സ്ഥിതിയുണ്ടെന്ന് സംസ്ഥാന സമ്മേളന റിപ്പോർട്ട്. എം.വി. ഗോവിന്ദൻ അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് ഇത്തരം ഗുരുതര പരാമർശങ്ങൾ ഉള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ശക്തകേന്ദ്രങ്ങളിലെ വോട്ട് ചോർച്ച ഇതിൻ്റെ ഉദാഹരണമാണ്. പാർട്ടിയുടെ അടിത്തറയെ ബാധിക്കുന്ന തരത്തിൽ ഇവിടെ BJPയിലേക്ക് വോട്ട് ചോർച്ചയുണ്ടായി. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും പാർട്ടി വോട്ടുകൾ BJPക്ക് മറിഞ്ഞുവെന്ന് സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലുണ്ട്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് UDF വോട്ട് ചോർച്ച കാരണമായി എങ്കിലും LDFൻ്റെ വോട്ടും BJPക്ക് കിട്ടി എന്ന് തുറന്നു സമ്മതിക്കുന്നു പാർട്ടി. തൃശ്ശൂരിലടക്കം മിക്ക മണ്ഡലങ്ങളിലും ജില്ലാ കമ്മിറ്റികൾ നൽകിയ റിപ്പോർട്ട് പിഴച്ചു. സർക്കാരിനെതിരെയുള്ള പ്രചരണവും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്ക് കാരണമായി. സർക്കാരിനെതിരെയുള്ള പ്രചരണം ശക്തമാണ് എന്ന് എം.വി. ഗോവിന്ദൻ പറയാതെ പറയുന്നു. എന്നാൽ സർക്കാരിനെ പുകഴ്ത്തിയുള്ള പിണറായി വിജയന്റെ നയരേഖയാണ് മറ്റൊരു തമാശ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തെ പ്രശംസിക്കുന്ന സൂചനകളൊക്കെ ഈ റിപ്പോർട്ടിലുണ്ട്. മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിൽ നിർത്തിയുള്ള പ്രചാരവേലകൾ അദ്ദേഹത്തിൻ്റെ ജനപ്രീതി ഇടിക്കാനുള്ള ബോധപൂർവമായ ശ്രമത്തിൻ്റെ ഭാഗമെന്നാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. പാർട്ടിയിൽ തെറ്റുതിരുത്തൽ ഫലപ്രദമല്ല എന്ന് റിപ്പോർട്ട് തുറന്നു സമ്മതിക്കുന്നു. റിയൽ എസ്റ്റേറ്റ്, മണൽ ക്വാറി തുടങ്ങിയ മേഖലകളിൽ പാർട്ടി നേതാക്കൾ തെറ്റായി ഇടപെടുന്നു. ഫണ്ട് പിരിവിൻ്റെ മാനദണ്ഡങ്ങൾ പാർട്ടി സഖാക്കൾ ഒട്ടും പാലിക്കുന്നില്ല. കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിലൂടെ പിണറായി വിജയൻ ഉറപ്പിക്കുന്നത് 3ാം വട്ടവും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ. എന്നാൽ പാർട്ടിയിലെ ചില നേതാക്കൾ കലിപൂണ്ട് നിൽക്കുന്ന കാഴ്ച വിചിത്രമാണ്. CPMൻ്റെ ഇപ്പോഴത്തെ കാഴ്ചകൾ കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.